Hi students, Kerala Set Commerce's മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 2025 നമ്മളോട് റേഷ്യോസ് റിലേറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിക്കാറുണ്ടെന്നുള്ളതാണ്. സോ ചെറിയൊരു ട്രിക്ക് അല്ലെങ്കിൽ അത് ഏത് ഫോമിലേക്ക് അതിലെത്തും എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ തരത്തിൽ ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യനും സ്കോർ ചെയ്തെടുക്കാവുന്നതാണ്. സോ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഐഡിയ ആണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ എല്ലാം ബേസ് ചെയ്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ അത് കുറച്ചധികം ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഏരിയ എന്ന് മനസ്സിലാക്കി ഈ 6 യൂണിറ്റിലെയും ഇമ്പോർട്ടൻ്റ് ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഈ വരുന്ന എക്സാം തന്നെ സെറ്റ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിൾ ബി അക്കാഡമിയിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ ഇനി അതല്ല, നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളാണ്, നിങ്ങൾക്ക് ചെറിയ സപ്പോർട്ട് മാത്രമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ ബി അക്കാഡമിയുടെ കേരള സെറ്റ് കൊമേഴ്സ് ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് എല്ലാവർക്കും വളരെ നന്നായി തന്നെ പഠിച്ച് അടുത്ത കേരള സെറ്റ് കൊമേഴ്സ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതായാലും ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓഗസ്റ്റ് 2025 നിങ്ങളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കറണ്ട് റേഷ്യോയും തന്നിട്ടുണ്ട്, ക്യുക്ക് റേഷ്യോയും തന്നിട്ടുണ്ട്, ആൻഡ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കറണ്ട് ലയബിലിറ്റിയും തന്നിട്ടുണ്ട്, ആൻഡ് നമ്മളോട് ചോദിക്കുകയാണ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ, സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ അറിയണം, ക്യുക്ക് റേഷ്യോയുടെ ഇക്വേഷൻ അറിയണം, ഇതും സ്റ്റോക്കും തമ്മിലുള്ള റിലേഷൻ അറിയണം. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ശരിക്കും എന്താ സ്റ്റോക്ക്, അതിൻ്റെ ഒരു ഡിഫറൻസ്? കറണ്ട് അസറ്റും ക്യുക്ക് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ സ്റ്റോക്കായിട്ട് കണക്കാക്കുന്നത്. അതായത് ഈ ചോദ്യം ചെയ്യാൻ നിങ്ങൾ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, ക്യുക്ക് അസറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് കറണ്ട് ലയബിലിറ്റിയുടെ വാല്യൂ. സോ എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ളതാണ്. സോ ഫസ്റ്റ്ലി നമുക്ക് തന്നിരിക്കുന്ന കറണ്ട് റേഷ്യോയിലേക്ക് നമുക്ക് നോക്കാം, വിച്ച് ഇസ് 2.5:1. അതായത് 2.5 എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണെങ്കിൽ 1 ഇസ് കറണ്ട് ലയബിലിറ്റി എന്നുള്ളത് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഇഫ് 1 ഇസ് കറണ്ട് ലയബിലിറ്റി എത്രത്തോളം 2.5 ഇരട്ടി എന്തുണ്ടായിരിക്കും? കറണ്ട് അസറ്റ് ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്. സോ കറണ്ട് റേഷ്യോ നമുക്കറിയാം കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പം ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ കറണ്ട് ലയബിലിറ്റി തന്നിട്ടുമുണ്ട്. കറണ്ട് റേഷ്യോ 2.5:1 എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് 2.5 തന്നെയാണ്. 2.5/1 എന്നല്ലേ ഇതിൻ്റെ മീനിങ്. സോ 2.5 തന്നെയാണ്. സോ നമുക്ക് കറണ്ട് റേഷ്യോയും അറിയാം, കറണ്ട് ലയബിലിറ്റി അറിയാം. അപ്പോൾ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാൻ മേലെ. സോ ലെറ്റ്സ് സീ, 2.5 is equal to current asset by 40,000. ഇനി നമ്മൾ എന്ത് ചെയ്താലാണ് നമുക്ക് കറണ്ട് അസറ്റ് കിട്ടുന്നത്? കറണ്ട് അസറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കപ്പോൾ അൺനോൺ വാല്യൂവിനെ ഒരു സൈഡിലിടുക, നോൺ വാല്യൂസിനെല്ലാം മറ്റൊരു സൈഡിലേക്ക് മാറ്റുക. സോ 40,000 നേരെ ഓപ്പോസിറ്റ് സൈഡ് പോകുമ്പോൾ എന്താകും? ഡിവൈഡഡ് ബൈ 40,000 ആണ്. സോ നമ്മളിതിനെ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പം അത് എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. സോ യു വിൽ ഗെറ്റ് 2.5 മൾട്ടിപ്ലൈഡ് ബൈ 40,000. അതാണ് കറണ്ട് അസറ്റ്. 2.5 മൾട്ടിപ്ലൈഡ് ബൈ 40,000. സോ 40,000 ഇൻറ്റു 2.5 ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും? കറണ്ട് അസറ്റ് കിട്ടും. ഓക്കെ, സോ യു വിൽ ഗെറ്റ് കറണ്ട് അസറ്റ് ലൈക്ക് 1 lakh. ഓക്കെ, സോ കറണ്ട് അസറ്റ് നമുക്ക് 1 lakh കിട്ടും. 40,000ൻ്റെ ഇരട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. 40,000ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 80,000, പിന്നെ 0.5 ഉണ്ട്. സോ നമുക്കവിടെ 20,000 കൂടി ആഡ് ചെയ്യേണ്ടി വരും. സോ യു വിൽ ഗെറ്റ് 1 lakh. നോർമലി മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി, 1 lakh എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ എന്തുകൂടെ കണ്ടുപിടിക്കണം? ക്യുക്ക് അസറ്റ് കണ്ടുപിടിക്കണം. സോ അഗെയിൻ നമുക്ക് ക്യുക്ക് റേഷ്യോ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 1.5:1. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? കറണ്ട് ലയബിലിറ്റി 1 ആണെങ്കിൽ ക്യുക്ക് അസറ്റ് 1.5 ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇക്വേഷൻ ഇസ് ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്യുക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇവിടെയും കറണ്ട് ലയബിലിറ്റി ഉണ്ട്, ക്യുക്ക് റേഷ്യോ ഉണ്ട്. സോ നേരത്തെ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ കറണ്ട് അസറ്റ് കണ്ടുപിടിച്ചത് അതേ രീതിയിൽ നമുക്ക് ക്യുക്ക് അസറ്റും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ 1.5 മൾട്ടിപ്ലൈഡ് ബൈ 40,000. 1.5നെ 40,000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ക്യുക്ക് അസറ്റ് വിച്ച് ഇസ് 60,000, 60,000. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്യുക്ക് അസറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് കറണ്ട് അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്, ക്യുക്ക് അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റോക്ക്. So stock is equal to current asset minus quick asset, that is 1 lakh minus 60,000, you will get 40,000. Okay, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് പല രീതിയിൽ നമ്മളോട് ചോദിക്കാം. ഇപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് സ്റ്റോക്ക് ആണ് എങ്കിൽ മേ ബി നെക്സ്റ്റ് ടൈം അവർക്കിപ്പം കറണ്ട് ലയബിലിറ്റിക്ക് പകരം കറണ്ട് അസറ്റ് തന്നിട്ട് ചോദിക്കാം.
ഇല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ കറണ്ട് റേഷ്യോ മാത്രം തന്നിട്ട് അതിൽ വേണമെങ്കിൽ കറണ്ട് ലയബിലിറ്റി തന്നിട്ട് നിങ്ങളോട് കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പം ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടും സിംപ്ലിഫൈ ചെയ്തും ഒക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതാണ്. സോ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇപ്പം വളരെ ബേസിക് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കറണ്ട് അസറ്റ് ലയബിലിറ്റി തന്നിട്ട് കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമുക്ക് എപ്പോഴും കുറച്ചുകൂടി അതായത് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനപ്പുറം ഒന്ന് ചിന്തിച്ച് അപ്ലൈ ചെയ്യേണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് മെജോറിറ്റിയും ചോദിക്കാൻ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇതിന് മുമ്പത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഓരോ പ്രോബ്ലംസും ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റനും അതിൻ്റെ കൂടെ സാമ്പിൾ ക്വസ്റ്റൻസും ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് LMS. നിങ്ങൾക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, യു ഗോട്ട് 40,000. സോ ഈ ഒരു രീതിയിൽ ക്വസ്റ്റൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇനിയും ചോദിക്കും, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു ഏരിയ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റൻ വരും. ഓക്കെ, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല, നിർബന്ധമായിട്ടും പഠിക്കുക. സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടുത്ത തവണ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.